ക്രിസ്തുനാമം അഖിലഭൂതജാതകം അതിതരണ സുഗുണനാഥൻ ആദിമൂലം ക്രിസ്തുനാമം അഖിലഭൂതജാതകം. പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. സത്യത്തിൽ ഒരു മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നത് ആരാണ്? ഒരു മനുഷ്യൻ മനുഷ്യനായി തീരുന്നത് എപ്പോഴാണ്? ഒരു മനുഷ്യനിലെ മനുഷ്യത്വം തിരിച്ചറിയാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? സമ്പത്തുള്ളത് കൊണ്ടോ ധനമാനങ്ങൾ ഉള്ളതുകൊണ്ടോ പേരും പ്രശസ്തിയും ഉള്ളതുകൊണ്ടോ സൗന്ദര്യമുള്ളതുകൊണ്ടോ മാത്രം ഒരു മനുഷ്യൻ മനുഷ്യനായി തീരുന്നില്ല, മനുഷ്യത്വ ഗുണമുള്ളവനായി മാറുന്നില്ല. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയെ കുറിച്ച് നമ്മളൊക്കെ ധാരാളം കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കൽ സൈന്യവുമായി ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുക. രാത്രികാലം തന്റെ സൈനികരുമായി ഒരു മലയിടുക്കിൽ അദ്ദേഹം പാർക്കുമ്പോൾ അസഹനീയമായ തണുപ്പാണ്. രാത്രിയുടെ നിശബ്ദതയിൽ ആ സൈനികരോടുകൂടെ കഴിയാൻ അലക്സാണ്ടർ തീരുമാനിച്ചു. അവർ അവിടെ തീ കൂട്ടി തീ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏറെ സമയം കഴിഞ്ഞപ്പോ അങ്ങ് ദൂരെ ഒരു അനക്കം കേട്ട് സൈനികർ ചാടി എഴുന്നേറ്റ് ജാഗ്രതയോടെ തോക്കുമായി ഓടിച്ചെന്നു. അവിടെ എതിർ സൈന്യത്തിൽപ്പെട്ട ഒരു സൈനികൻ തണുപ്പേറ്റ് മരവിച്ച് വീണ് കിടക്കുകയാണ്. സൈനികർ ഓടി വന്ന് അലക്സാണ്ടർ ചക്രവർത്തിയോട് കാര്യങ്ങൾ പറഞ്ഞു. ചക്രവർത്തി സൈനികരോട് ആ എതിർ സൈന്യത്തിലെ പടയാളിയെ ഹാജരാക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ പട്ടാളക്കാർ ആ സൈനികനെ ബന്ദിയാക്കി അലക്സാണ്ടർ ചക്രവർത്തിയുടെ മുമ്പിൽ കൊണ്ടുവന്നു. ചക്രവർത്തി അവനെ സൂക്ഷിച്ചു നോക്കി. അവനെ കുറച്ചുകൂടി ഈ തീയുടെ അടുക്കിലേക്ക് അടുപ്പിച്ചിരിക്കാൻ തന്റെ സൈനികരോട് പറഞ്ഞു. അവർ അത്ഭുതപ്പെട്ടു. അവർ ആ പടയാളിയെ കുറെ കൂടി തീയുടെ അടുക്കിലേക്ക് ചേർത്തിരുത്തി. അലക്സാണ്ടർ ചക്രവർത്തി അവന്റെ തോളിൽ കൈയിട്ടിട്ട് അവന്റെ ക്ഷേമാന്വേഷണങ്ങൾ നടത്തി. അവനോട് കാര്യങ്ങൾ തിരക്കി. അവൻ ഏറെ പ്രയാസപ്പെട്ട് അല്പം ഭയപ്പാടോടുകൂടെ അലക്സാണ്ടർ ചക്രവർത്തിയോട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ചക്രവർത്തി ആ സൈനികനെ ചേർത്ത് പിടിച്ചിട്ട് തന്റെ സൈനികരോട് പറഞ്ഞു, നോക്കൂ, ഇയാളും ഒരു സൈനികനാണ്, ഇദ്ദേഹം ഒരു മനുഷ്യനാണ്, ഇയാൾക്കൊരു കുടുംബമുണ്ട്, ഇദ്ദേഹത്തെ കാത്തിരിക്കുന്ന കുടുംബാംഗങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അവനും നമ്മെ പോലെ ഒരു ദേശസ്നേഹിയാണ്. അവൻ അവന്റെ രാജ്യത്തിനു വേണ്ടിയാണ് പോരാടുന്നത്. എന്നാൽ അവന്റെ ആപത്തിലും അനർത്ഥത്തിലും അവനെ സഹായിക്കാൻ പടയാളികൾ എന്ന നിലയിലും മനുഷ്യരെന്ന നിലയിലും നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. യുദ്ധവും എതിരാളിയും പടക്കളത്തിലാണ്. മനുഷ്യ ജീവിതത്തിൽ
അങ്ങനെ സ്ഥിരമായി ഒരു എതിരാളി ഇല്ല നമുക്ക്. പടക്കളത്തിലും യുദ്ധത്തിലുമാണ് എതിർപക്ഷമുള്ളത്. രാജാവായാലും പ്രജയായാലും സമ്പന്നനായാലും ദരിദ്രനായാലും സ്ത്രീ ആയാലും പുരുഷനായാലും അടിമയായാലും ഉടമയായാലും അവനിലുള്ള മനുഷ്യത്വവും സാംസ്കാരിക സമ്പന്നതയുമാണ് അവനെ യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള യോഗ്യതയുള്ളവനാക്കി തീർക്കുന്നത്. സൈനികർ അത്ഭുതപ്പെട്ടു. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞു, അവനാവശ്യമായ പരിചരണം നൽകി ഭക്ഷണവും വെള്ളവും കൊടുത്ത് അവനെ അതിര് കടത്തി വിടുക. അവൻ എതിരാളിയാകുന്നത് യുദ്ധക്കളത്തിൽ മാത്രമാണ്. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ 4 ഭിത്തികൾക്കുള്ളിൽ തന്നെ എതിരാളികളെ കണ്ടുപിടിക്കുന്നവരാണ് നാം. വ്യക്തി ജീവിതത്തിൽ ധാരാളം എതിരാളികളെ ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ കൊണ്ടു നടക്കുന്നവരാണ് നാം. അയൽബന്ധങ്ങളിൽ എതിരാളികളെ കണ്ടെത്തുന്നവരാണ് നാം. നമ്മുടെ ബന്ധങ്ങളിൽ, സ്വന്തങ്ങളിൽ എതിരാളികളെ തിരിച്ചറിയുന്നവരാണ് നാം. എന്തുമായി കൊള്ളട്ടെ, മനുഷ്യത്വവും ആർദ്രത നിറഞ്ഞ ഹൃദയവും ക്ഷമിക്കാനുള്ള ശേഷിയുമാണ് നമ്മെ സംസ്കാര സമ്പന്നരാക്കി തീർക്കുന്നത്, നല്ല മനുഷ്യത്വത്തിന്റെ ഉടമകളാക്കി തീർക്കുന്നത്. അതുകൊണ്ട് നമ്മിൽ നിന്ന് തന്നെ ആരംഭിക്കട്ടെ യഥാർത്ഥമായ മനുഷ്യത്വം. എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങളും നിറഞ്ഞ ഒരു പുതിയ ദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആദിമൂലം ക്രിസ്തുനാമം അഖിലഭൂതജാതകം ആദിമൂലം ക്രിസ്തുനാമം അഖിലഭൂതജാതകം അതിതരണ സുഗുണനാഥൻ ആദിമൂലം ക്രിസ്തുനാമം അഖില